കേരള ഹൈക്കോടതി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപനത്തിലേക്ക് എത്തി എന്നത് വളരെ പ്രധാനപ്പെട്ടത്. ഇതിൻ്റെ വിധി ഉണ്ടായിരുന്നതല്ല, അതിൻ്റെ വിശദാംശങ്ങളിലൂടെ രാജേഷ് അടക്കമുള്ള ആളുകൾ പറഞ്ഞു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഏതെങ്കിലും ഒരു ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ കേസല്ല. ശബരിമല സ്ത്രീ പ്രവേശനം നമുക്കറിയാം, മഹാരാഷ്ട്രയിലുള്ള ചില വനിതാ സംഘടന ശബരിമല എവിടെയാണ്, അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊന്നും അറിയാതെ സ്ത്രീകളെ ഈ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നില്ല എന്ന് പത്രത്തിൽ വായിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ലിംഗസമത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി സുപ്രീം കോടതി കൊടുത്ത കേസ്. കഷ്ടകാലത്തിന് കേസിൽ കേട്ട ജഡ്ജിമാർക്ക് ആർക്കും ശബരിമല എവിടെയാണ്, അവിടുത്തെ സമ്പ്രദായം എന്താണെന്ന് യാതൊരു ധാരണ. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് കോടതിയെ ബോധിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുന്നതിൽ അതിൽ ബന്ധപ്പെട്ട അഭിഭാഷകർക്കും പരാതി നൽകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിധി. പിന്നെ നമ്മുടെ നാട്ടിലുണ്ടായ മൂലകളൊക്കെ നമുക്കറിയാം. പലരും പറഞ്ഞു ഈ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി പിന്നീട് ഒരു ബെഞ്ച് അത് പുനഃപരിശോധനാ ഹർജിയിൽ തിരുത്തുകയില്ല, അത് അസാധ്യമാണ്. പക്ഷെ അത് തിരുത്തി നമുക്കറിയാം. അവിടെയും ചില ന്യായാധിപന്മാർ അവസരം മസിൽ പിടിക്കുമെന്ന് നമുക്കറിയാം. റോഹിൻടൺ കരിമാനാണ് മറ്റത് ജസ്റ്റിസ് ചാത്തൻപുര. അവരുടെ മസിൽ പിടുത്തം കൊണ്ട് വലിയ ഫലമൊന്നും ഉണ്ടായില്ല. ഇന്നേ ദിവസവും 10 വയസ്സ് കഴിഞ്ഞാൽ ആ പെൺകുട്ടികൾക്ക് യുവതികൾക്ക് ആർക്കും ശബരിമലയിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഇത് വേറെ കാര്യമാണ്. ഞാനിപ്പോൾ അത് പറഞ്ഞെന്താ വെച്ചാൽ നമ്മുടെ കോടതികൾ എങ്ങനെയാണ് ഇതുപോലുള്ള തീരുമാനങ്ങൾ ചെന്നെത്തുന്നത്. ഹൈക്കോടതിയെ സംബന്ധിച്ചുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിക്കാനായിട്ട് ഇത് പൊതു താല്പര്യമുള്ള വിഷയം. തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ടിന് മേലിൽ വേണ്ട എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരു അറിഞ്ഞു കൊടുക്കണം. ഇപ്പൊ സതീശനെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം, ഇപ്പൊ വെടിക്കെട്ട് വരെ നടത്തിയിട്ടുണ്ട്. ഇനി മേളത്തിനെതിരായിട്ട് ഒരു സതീശ നിങ്ങളൊക്കെ പണി നിർത്തി വീട്ടിൽ പോയിട്ട് വരും. സതീശനെ ആൾ മനസ്സിലായില്ല സതീശൻ എന്താ കാര്യം അറിയോ? ഈ തൃശ്ശൂർ പൂരത്തിന് ചെണ്ടമേളം നടത്തുമ്പോൾ എത്ര ഡെസിബലിൽ ശബ്ദം വരുന്നുണ്ട്? ഡെസിബലിൽ വേറെ കൂട്ടിയുണ്ടോ? കൂട്ടണമെന്ന് എത്ര ഡെസിബലിൽ ശബ്ദം വരും? അത് അനുവദനീയമായി വളരെ കൂടുതലാണ്. ഇവിടെ ഏതെങ്കിലും ഒരു പൊതു താല്പര്യക്കാരൻ തൃശ്ശൂർ പട്ടണത്തിൽ പൊതു താല്പര്യക്കാർക്ക് യാതൊരു ക്ഷാമവും. തൃശ്ശൂരുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ആളാണ്. 1990 മുതൽക്ക് തൃശ്ശൂർ സ്ഥിരമായിട്ട് കേസ് നടത്തുന്നതാണ്. തൃശ്ശൂരുള്ള അത്രയും പൊതു താല്പര്യക്കാരും മനുഷ്യാവകാശ പ്രവർത്തകരും ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളും പൊതു താല്പര്യ വ്യവഹാരികളും കേരളത്തിൽ ഒരു സ്ഥലത്തുണ്ടാകും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ആൾക്ക് അല്ലെങ്കിൽ പറഞ്ഞു കേട്ട ഒരാൾക്ക് വേണമെങ്കിൽ നാളെ ഒരു ഹർജിയുമായിട്ട് വരാം. പൂരത്തിന് വലിയ ശബ്ദ മലിനീകരണമാണ്, അതുകൊണ്ട് ചെണ്ടമേളത്തിൻ്റെ ഡെസിബിലിൽ കുറയ്ക്കണം. വിട്ടതിന് മറ്റു തന്നെ ഇലത്തോളം കൊണ്ടാൻ പറ്റും, കോപ്പ് വിളിക്കാൻ പറ്റും. എത്ര ഡെസിബിലിലെ ശബ്ദം? അങ്ങനെയൊക്കെ നോക്കി ഈ നാട്ടിൽ ഒരു കാര്യം നടക്കുകയില്ല. ഇതിൽ അടിസ്ഥാന പ്രശ്നമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ പൊതു താല്പര്യ ഹർജി സാധാരണഗതിയിൽ പോകേണ്ടത് ചീഫ് ജസ്റ്റിസിന്റെ പറ്റില്ല. പണ്ടങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഏതോ വടക്കേക്കെന്ന് ചീഫ് ജസ്റ്റിസ് കേരളത്തിലെ പൊതു താല്പര്യ ഹർജികൾ ഭയങ്കരമായിട്ട് ദുരുപയോഗം ചെയ്യുന്നു എന്ന് തെറ്റിദ്ധാരണയുടെ ശരിയായ ധാരണയുടെ പേരിൽ ചീഫിന്റെ ബെഞ്ചിൽ മാത്രമേ പോകാവൂ എന്നൊരു വ്യവസ്ഥ ഉണ്ടെങ്കിൽ അതുകൊണ്ട് വേറെ പല കുഴപ്പങ്ങളുണ്ട്. ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നത് നമ്മുടെ വിഷയം ഇതാ ബെഞ്ചിലാണ്. പിന്നെ ദേവസ്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിഗണിക്കാൻ വേറെ ബെഞ്ച്, ആ ബെഞ്ചിലും അല്ല. ആ ബെഞ്ചിൽ ചില ഉത്തരവുകളൊക്കെ വരുന്നത് പൂർവ്വമായിട്ട് നടക്കുമ്പോൾ വരുന്നുണ്ട്. നമ്മുടെ തറവാടകയൊക്കെ അവിടെ വന്നു. ഇത് വന്നത് ഒരു പ്രത്യേക ബെഞ്ചിൽ നിന്ന്. കേരള ഹൈക്കോടതിയിലെ 2 പ്രഗത്ഭന്മാരായ ജഡ്ജിമാർ, ഒരു ഓവളത്തും മറ്റുമാണ് നെയ്യാറ്റിൻകര ഭാഗത്ത് കടലോര പ്രദേശത്ത് 2-3 ഈ ഉപ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഒരു നായയെ തല്ലിക്കൊന്ന ഒരു ദാരുണ സംഭവം. ആ നായയുടെ ഒരു ബ്രൂണോ. ആ ബ്രൂണോയെ തല്ലിക്കൊന്ന വാർത്ത വായിച്ചപ്പോൾ മൃഗസ്നേഹികളായ 2 ജഡ്ജിമാർ. ജഡ്ജിമാർക്ക് മനുഷ്യസ്നേഹം ഉണ്ടാവണം, മൃഗസ്നേഹം ഉണ്ടാവുന്നതിൽ തെറ്റുന്നു. മൃഗസ്നേഹികളായ 2 ജഡ്ജിമാർ ഇതിനെതിരായിട്ടൊരു വിധി പാസാക്കി. ഈ വിധി പാസാക്കിക്കൊണ്ട് ചത്തുപോയ നായ തിരിച്ചു വരുമൊന്നുമില്ല. പക്ഷെ തെരുവ് നായ്ക്കൾക്കെതിരായി നടക്കുന്ന അക്രമം അല്ലെങ്കിൽ ഇതുപോലുള്ള ജീവികൾക്കെതിരായി നടക്കുന്ന അക്രമങ്ങളെ സംബന്ധിച്ച് ചില ഉത്തരവുകൾ പാസ്സായിക്കൊണ്ട് പല ഉത്തരവുകൾ പാസ്സാക്കി. അവർ സ്വന്തമായിട്ട് ആരംഭിച്ച ഒരു കേസാണ്. അതാണ് ഈ ബ്രൂണോ എന്ന പേരിൽ അറിയുന്നത്. ആ ബെഞ്ചിൽ നിന്നാണ് ഈ വിധി. അവിടെ ചില ഈ നേരത്തെ പറഞ്ഞ പോലുള്ള സംഘടനകൾ കൊണ്ടുപോയി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി ഒരു ഉത്തരവ് പാസ്സാക്കി. ഈ പ്രഗത്ഭരായ ജഡ്ജിമാർക്ക് കൊടുത്തതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ ചില കാര്യങ്ങളുണ്ട്. ഒരു ജഡ്ജി എൻ്റെ വളരെ അടുത്ത ഒരു ജൂനിയറായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ എൻ്റെ പേര് വന്നത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാനൊരു ഇടത്തരം ചട്ടമ്പിയായിരുന്നു. നമ്മൾ ചെയ്യുന്ന പലരും ഉള്ളതായി നല്ല ഉത്തരവാദിത്തം ഈ പാവപ്പെട്ട മനുഷ്യന്റെ പേരിൽ പതിച്ചു. അതേപോലെ ഒരു സ്പോർട്സ് താരമുണ്ട്. പുള്ളി യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി കളിച്ച് സമ്മാനം നേടി പേര് പേപ്പർ വരുമ്പോൾ അതിൻ്റെ കൂടെ
എനിക്ക് കിട്ടി, ഞാനാണ് ഈ നാട്ടുണ്ടാക്കിയത്. അങ്ങനെ ഞാൻ കാരണം പുള്ളിക്ക് അത്യാവശ്യം ചീത്തപ്പേരുണ്ട്, പുള്ളി കാരണം എനിക്ക് ചെറിയ നല്ല പേരുണ്ട്. മറ്റേ ആളെ എന്തൊരു ബന്ധുവാണ് രാജേഷ്, ഈ ഉത്തരവ് പാസ്സാക്കി എനിക്ക് എന്തൊരു അനന്തരവനാണ്. മനസ്സിലായോ? ഇവിടെ പ്രസംഗിക്കാൻ എന്നുള്ള യോഗ്യത വേറെ ആർക്കില്ല. സിവിലിന്റെയോ അല്ലെങ്കിൽ കേരളത്തിന്റെയോ ആൻഡ്രൂസ് പിതാവിന്റെ ഒന്നും അവരുടെ ഒന്നും അവകാശത്തെ അല്ലെങ്കിൽ ഇവിടെ പ്രസംഗിക്കാനുള്ള അവകാശത്തെ കുറച്ച് പറയും. ഈ വിധി എഴുതിയ ആൾ എന്റെ സ്വന്തമാണ്. അപ്പൊ അതുകൊണ്ട് ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ മൃഗങ്ങളോടുള്ള അതിന് കിടന്ന അനുകമ്പ. അപ്പൊ രണ്ട് ആനകൾ തമ്മിൽ 3 മീറ്റർ ദൂരം, 3 മീറ്റർ 3 അടിയാണെങ്കിൽ പിന്നെ മനസ്സിലാക്കില്ല. 3 മീറ്റർ എന്ന് വെച്ചാൽ എത്ര? ഈ പണ്ട് സുപ്രീം കോടതി 1,60,000 കോടി എന്ന് പറയുമ്പോൾ അതിന് എത്ര പൂജ്യം ഉണ്ടാവും ചോദിച്ചു. ഇത് എവിടെ പറ്റി നടത്താനാണ്? ഇതിനൊക്കെ എന്തെങ്കിലും യുക്തിയുണ്ട്. അപ്പൊ സത്യത്തിൽ ഇതിന് പരിഹാരം 3 തരത്തിലുള്ള പരിഹാരങ്ങൾ സാധ്യമാണ്. ഒന്ന് ജല്ലിക്കെട്ടിന്റെ കാര്യത്തിൽ ഉണ്ടായ പോലെ 24 മണിക്കൂർ കൊണ്ട് സുപ്രീം കോടതി വിധി, മദ്രാസ് ഹൈക്കോടതി സുപ്രീം കോടതി വിധി തിരുത്തി. കാരണം സുപ്രീം കോടതി സംഗതി വലിയ അവിടെ തമിഴന്മാര് വേറെ രാജ്യം ചോദിക്കും. മലയാളികളെല്ലാം തമിഴന്മാർ ഇല്ലേ? ജല്ലിക്കെട്ടെന്ന് അവിടെ പിടിച്ച പരിപാടിയാണ്. ആളുകൾ മരിക്കും, കാളകൾ മരിക്കും. അതുകൊണ്ട് അത് നിയന്ത്രിക്കും. സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ ചോദിക്കാൻ തെറ്റാണ്. പക്ഷേ തമിഴ്നാടിന്റെ അഭിമാനമാണ്, അവരുടെ വികാരമാണ്, ദ്രാവിഡന്മാരുടെ ഹൃദയ വികാരമാണ്. അവര് ഇന്ത്യ രാജ്യത്ത് നിന്ന് വിട്ടുപോകും. നാളെ തമിഴ്നാട് വേറെ രാജ്യമായിട്ട് പ്രഖ്യാപിക്കും. ദേശീയ പതാക അവിടെ പിന്നെ കാണുകയില്ല, സാധനം വേറെ. അതുകൊണ്ട് സുപ്രീം കോടതി ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് സുപ്രീം കോടതി ആ ഉത്തരവ് പിൻവലിക്കും. പ്രശ്നത്തിൽ ജല്ലിക്കെട്ട് ഈ ദീപാവലിക്ക് വളരെ ആഘോഷമായിട്ട് നടന്നു. കുറച്ച് ആൾക്കാരൊക്കെ മരിക്കും, അത് മരിക്കും, അത് ഇനി മരിക്കും. ജല്ലിക്കെട്ട് കുറച്ച് ആൾ മരിക്കും, കാളകൾ മരിക്കും, അതൊക്കെ സ്വാഭാവികമാണ്. അവിടെ പിടിക്കപ്പെടും. അങ്ങനെ അവിടെ അത് നടന്നു. അത് അവർക്ക് പറ്റും. നമ്മളിവിടെ നിന്ന് വലിയ മീറ്റിംഗൊക്കെ വിളിച്ചുകൊണ്ട് ആൻഡ്രൂസ് പിതാവ് കർത്താവിന്റെ നാമത്തിൽ അങ്ങനെ ആവശ്യപ്പെട്ടു. അബ്ദുൽ ഖാദർ അള്ളാഹുവിന്റെ പേരിൽ പറഞ്ഞു, അഡ്വക്കേറ്റ് ജയശങ്കർ ദൈവത്തിന്റെ പേരിൽ പറഞ്ഞു. ഒരു മാറ്റോട് നടക്കുന്നത് എനിക്ക് പ്രതീക്ഷയില്ല. എന്തെങ്കിലും അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ മറ്റൊക്കെ ശബരിമല കാലത്ത് നടത്തിയ പോലെ വലിയ വലിയ ജാതകമൊക്കെ നടത്തുന്നു. അതൊന്നും അത്ര എളുപ്പമല്ല. പക്ഷേ ഈ വികാരം ഇവിടെ തീർച്ചയായിട്ടും പ്രകടിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഈ അഭിപ്രായം എല്ലാവരുടെയും ചെവിയിൽ എത്തേണ്ടതുണ്ട്. പക്ഷെ അതല്ല. രണ്ടാമത്തെ പരിഹാരം ഇവിടെ സുനിലടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഈ നാട്ടാരെ സംബന്ധിച്ച നിയമം സമഗ്രമായ ഒരു നിയമം എഴുതി പാസ്സാക്കി കേരള നിയമസഭ അംഗീകരിക്കണം. 140 MLA ഈ വിഷയത്തിൽ എതിർക്കേണ്ട ആവശ്യം. ഇത് തൃശ്ശൂർക്കാരുടെ മാത്രം എല്ലാവരുടെയും വിഷയമാണ്. പക്ഷേ സുനിൽ അതിൻ്റെ അകത്ത് വേറെ അപകടം അത് വിചാരിക്കുന്ന പോലെയല്ല. അതിൽ ഒരു വലിയ അപകടമുണ്ട്. സുനിലിന് ഓർമ്മയുണ്ടാവും ഞാൻ വിചാരിക്കും. പാതയോരം പൊതുയോഗം നിരോധിച്ച് ഓർമ്മയുണ്ട്. ഇതുമായി ഒരു ബന്ധവും കുലബന്ധവും ഇല്ലാത്ത ഒരു ഹർജിയിൽ ഒരു ജഡ്ജി ഓഫ് സൈഡ് കയറി അടിച്ച് പോകാൻ ആലുവ റെയിൽവേ സ്റ്റേഷൻ മൈതാനിയിൽ ആ പൊതുയോഗങ്ങൾ നടക്കും. എനിക്ക് ഓർമ്മ വെക്കുന്നത് ആലുവ റെയിൽവേ സ്റ്റേഷൻ മൈതാനിയിൽ പൊതുയോഗങ്ങൾ നടക്കുന്നത് ഞാൻ AKGയുടെ പ്രസംഗാധ്യായം കേട്ടത് ആലുവ റെയിൽവേ സ്റ്റേഷൻ EMSന്റെ കേട്ടത്. പല നേതാക്കന്മാരും ഊബർ ബാഫിക്ക് തങ്ങളെ കൊടുത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. എത്രയോ കാലമായിട്ട് നടക്കുന്ന ഒരു ആചാരമാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ മൈതാനിയിൽ പൊതുയോഗം. അങ്ങനെ ആളുകൾ കൂടുന്നതുകൊണ്ട് ബസ് പോകുന്നതിന് തടസ്സം ഉണ്ടാകുന്നു. തടസ്സം ഉണ്ടാകരുത് എന്ന് മാത്രം ആവശ്യപ്പെട്ടു. ആലുവ റെയിൽവേ സ്റ്റേഷൻ മൈതാനിയെ കുറിച്ച് മാത്രമുള്ള ഒരു കേസ്. ആ കേസിൽ അന്നത്തെ ഒരു ജഡ്ജി ഓഫ് സൈഡ് പോയിട്ട് ഇനിമേൽ കേരളത്തിൽ ഒരു സ്ഥലത്തും പാതയോരത്ത് ഒരു പൊതുയോഗവും നടത്തരുത് എന്നൊരു ഉത്തരവ്. വലിയ പ്രശ്നം, വലിയ പ്രശ്നമായി. അത് VS അച്യുതാനന്ദന്റെ മുഖ്യം നമ്മുടെ സുനിലൊക്കെ MLA ഉടനെ തന്നെ വലിയ പ്രതിഷേധം ഉണ്ടായി. കേരള നിയമസഭ പാതയോരത്ത് പൊതുയോഗങ്ങൾ നടത്തുന്നതിനെ സംബന്ധിച്ച് സമഗ്രമായിട്ട് നിയമം എഴുതി പാസ്സാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ആ ജഡ്ജി ആ നിയമം വിളിച്ചു വരുത്തി സ്വമേധയാ അത്ര നടത്തേക്ക്. ഇപ്പൊ എവിടെ നിങ്ങളൊക്കെ യോഗം നടത്തുന്നത്? സുനിലെ ആർക്കെങ്കിലും നടത്താൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചെയ്യാം. ഹൈക്കോടതിക്ക് വിപുലമായ അധികാരങ്ങൾ. നമ്മൾ വിചാരിക്കുന്നത് കളിയല്ലേ. തൃശ്ശൂർ പൂരം ഇനി മേലിൽ നടത്തണ്ട എന്ന് ഹൈക്കോടതി വിചാരിച്ച സംഗതി ഇരുപ്പതാണ്. ആ ഒരു പോസിബിലിറ്റി ഞാൻ പറഞ്ഞ നിയമം വേണ്ടാത്തതല്ല. സമഗ്രമായ നിയമം ഉണ്ടാക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ വേറെ നടപടികൾ ആലോചിച്ച് ഇതിന്റെ മുകളിൽ വേറെ കോടതി ആ കാര്യത്തിൽ തിരുവമ്പാടി പാതമേക്കാവ് ദേവസ്വങ്ങൾ ഇതിന്റെ ഘടകപൂരങ്ങൾ
മറ്റേ എല്ലാവരുമായിട്ട് ആലോചിച്ച് ഏകസ്വരം എന്നോട് 16 അറിവുണ്ടാവും ഒറ്റ അത് പക്കയായിട്ട് കൊടുക്കണം. ചെറിയ ആൾക്കാരോ ചെറിയ സംവിധാനമോ പോരാ. ഉന്നം തെറ്റിയാൽ സംഗതി പോക്കാണ്. ഉന്നം തെറ്റാത്ത വെടിയാണ് വേണ്ടത്. അത് ഇവിടെ എല്ലാം പൊട്ടേണ്ടത് ഡൽഹി. ഇതാണ് അതിനകത്ത് ചെയ്യാവുന്ന കാര്യം. നമുക്ക് ഇവിടെ ഈ ആൾക്കാരൊക്കെ ഞാൻ യോജിക്കും. ആവേശകരമായ ഒരുപാട് പ്രസംഗം ഇനിയും ഉണ്ടാകും. അതിനൊക്കെ മുമ്പ് എന്നെ വിളിച്ചാൽ പ്രത്യേകിച്ച് നന്ദിയുണ്ട്. ഞാനും വലിയ ആവേശക്കാരനാണ്. എനിക്ക് ഭയങ്കരമായ ആവേശമുണ്ട്. ഒരു കുഴപ്പമുള്ള ആളല്ല. ഈ പൂരം ഇതുപോലെ തന്നെ നടക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ജനങ്ങളുടെ വികാരം കൃത്യമായിട്ട് പ്രതിഫലിക്കണം. രണ്ടാമത് സമഗ്രമായ നിയമനിർമ്മാണം. അതിലുപരി ഇത് സുപ്രീം കോടതിയിൽ കൃത്യമായിട്ട് തൃശ്ശൂർ പൂരം അതിന് പ്രധാനപ്പെട്ട കാര്യമില്ല. കേരളം പിതാവോടെ പറഞ്ഞില്ലേ, പൂരമല്ലെങ്കിൽ തൃശ്ശൂരില്ല. കേരളത്തെ അടയാളപ്പെടുത്തുന്ന ഒരു സാംസ്കാരികമായ ഉത്സവമാണ് പൂരം. അത് തൃശ്ശൂരിന്റെ മാത്രമല്ല, കേരളത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്ന ചില ചിത്രങ്ങൾ എന്താണ്? ഒന്ന് തേക്കടിയിൽ കൂടി ആനകൾ നടക്കും. രണ്ട് തൃശ്ശൂർ പൂരത്തിന് ആനയാണ് വിളിക്കുന്നത്. അത് കേരളത്തിന്റെ പൊതു സ്വത്താണ്, കേരളത്തിന്റെ മാത്രമാണ്. ഇന്ത്യയുടെ തന്നെ ഒരു പ്രതീകമാണ് തൃശ്ശൂർ. അത് തുടരേണ്ടത് ആവശ്യം. ഹൈക്കോടതിയിൽ ജഡ്ജിമാരെ രണ്ടുപേരും കൂടി ഒരു അഭിപ്രായം പാസ്സാക്കിയിട്ടുണ്ട്. ഇല്ല, തൃശ്ശൂർക്കാരായ ജഡ്ജിമാരെ എത്ര പേരുണ്ട്? നമ്മുടെ ശ്യാം ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി, തിരുവമ്പാടി ഗോപകുമാർ വക്കീലിന്റെ മകൻ ശ്യാം ഹൈക്കോടതി ജഡ്ജി. എല്ലാ ജഡ്ജിമാരെയും ഇങ്ങനെ വിധിക്കില്ല. ഞാൻ ഒറ്റക്കൊരു കാര്യം പറഞ്ഞ അവസരം, പണ്ട് തൃശ്ശൂർ പൂരത്തിന് ഈ മുട്ടുമുട്ടും ഭയങ്കര ശബ്ദമല്ലികളുണ്ടാവും. അത് തടയേണ്ട ഒരു ഹർജിയാണ്. ഞാൻ ആ കോടതിയിൽ സർക്കാർ വക്കീലുണ്ട്. 92-99 ജസ്റ്റിസ് ഉഷയാണ് കേസ്. ഇത് കേട്ടപ്പോൾ ജസ്റ്റിസ് ഉഷയുടെ സ്വതവേ തൊടുത്ത മുഖം ചുവന്നു. കാരണം എന്താ വെച്ചാൽ ഉഷ ജഡ്ജി പൂർണ്ണചേരിക്കാൻ അവർക്ക് കാര്യം മനസ്സിലായി. അവർ ചോദ്യം ഇപ്പോൾ എന്റെ മനസ്സിലുണ്ട്. ഓരോ ഡൈനിയുടെ ചോട്ടിൽ ഒരു സൈലൻസർ പിടിപ്പിക്കാം. എന്താ നിങ്ങൾ? അപ്പോൾ ഇത് പറയുമ്പോൾ ഇപ്പൊ ജസ്റ്റിസ് ഉഷ ഇപ്പടില്ല, അവര് ഇഹലോകവാസം പഠിക്കും. സത്യത്തിൽ ആ മഹതി പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നത്. ഓരോ ഡൈനിയുടെ ചോട്ടിൽ ഓരോ കുട്ടിന്റെ ചോട്ടിൽ സൈലൻസർ പിടിപ്പിക്കാൻ പറ്റുമോ? ഇത് തന്നെയാണ് കേരള ഹൈക്കോടതിയിലെ എന്റെ സുഹൃത്തായ ജഡ്ജിയോടും എന്റെ അനന്തരവനായ ജഡ്ജിയോടും എനിക്ക്